എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഇത് ശരിക്കും ഒരു റോസ്റ്റിംഗ് വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ മാത്രമാണ്. എന്ത് തരത്തിലുള്ള റിയാക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ പ്രതിനിധാനം ചെയ്യാത്ത ഒരു പരിപാടിയായിട്ടുള്ള ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി. ആ ബിഗ് ബോസിലെ ഞാൻ ബിഗ് ബോസിൻ്റെ സ്ഥിരം പ്രേക്ഷകനൊന്നും ആയിരുന്നില്ല. എന്നാൽ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് കണ്ടുവരികയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീൽസാണ് പ്രധാന കാരണമായിട്ടുള്ളത്. അവിടെ നടക്കുന്ന വൃത്തികെട്ട പരിപാടികൾ കാണണമെന്ന് പിന്നീട് ഞാൻ ആലോചിക്കുകയാണ് ചെയ്തത്. കാരണം ആ റീൽസിലുള്ള വീഡിയോസ് കാരണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത, ആണുങ്ങളുടെ രൂപത്തിലും പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കുന്ന ഒരു തന്തയില്ലാത്തവൻ അവിടെയുണ്ട്. അവൻ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികളാണ് നമ്മൾ ഈ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതും എല്ലാ ആളുകളും അവരുടെ രോഷം ഈ പറയുന്ന ലൈവിലൊക്കെ പോയിട്ട് എഴുതി തീർക്കുന്നതും. എന്നാൽ അതിനുള്ളിൽ നിന്നുകൊണ്ട് ആ കണ്ടസ്റ്റൻസിനൊന്നും ഈ നെവിനെ പറയാൻ സാധിക്കത്തില്ല. കാരണം അത് ഈ പറയുന്ന പോളിസിക്ക് എതിരാണ്, വയലേഷൻസ് ആണ്. പിന്നെ LGBTQ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ചാനലായതുകൊണ്ട്, അല്ലെങ്കിൽ LGBTQ അവർ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടും അതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടതായിരിക്കും. അനുമോളുടെ ദേഹത്ത് വെള്ളം ഒഴിക്കുമ്പോൾ അനുമോൾ തിരിച്ച് അനുമോളുടെ കുപ്പിയിലെ വെള്ളം അവൻ്റെ ദേഹത്ത് ഒഴിക്കുന്നു. അവൻ നേരെ അടുക്കളയിൽ പോയിട്ട് വലിയൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അവൻ്റെ ബെഡിലേക്ക്, അനുമോളുടെ ബെഡിലേക്ക് ഒഴിക്കുന്നു. ആ സമയത്ത് തന്നെ അനുമോൾ പറയുന്നുണ്ട്, എടാ ആണായിട്ട് ജീവിക്കണം, ആണുങ്ങളെ പോലെ പെരുമാറേണ്ട, ആണുങ്ങളായിട്ട് വേണം, ആണുങ്ങളുടെ സ്വഭാവം കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പരിപാടികൾ, ഇവൻ കാണിക്കുന്ന വൃത്തികേടുകൾ അതങ്ങ് പരിധി വിട്ടതുകൊണ്ടാണ് അനുമോൾ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ എന്നെ പുറത്താക്കിയാൽ എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ പറയാനുള്ളത് പറയുമെന്ന് പറഞ്ഞിട്ട് അനുമോൾ പോയി സോഫയുടെ അടിയിൽ കിടക്കുമ്പോൾ, ഇത് വിന്നർ ആവാൻ വേണ്ടിയിട്ട് ഇവന്മാർ കാണിക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് നെവിൻ, ആര്യൻ, അക്ബർ ഇവന്മാരെല്ലാം കൂടി ഒരു ഒറ്റ ഗ്യാങ്ങായി. അപ്പോൾ ഈ 3 പേരാണ് ഇപ്പോൾ ക്യാപ്റ്റൻസിയിലുള്ളത്. ബാക്കിയുള്ള അനീഷ് എന്ന് പറയുന്ന വ്യക്തി, അനീഷിനോട് എനിക്ക് ഇപ്പോൾ ഒരു താല്പര്യമൊക്കെ തോന്നുന്നുണ്ട്. കാരണം അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി. കാരണം അനുമോളുടെ വിഷയത്തിൽ അനുമോൾക്ക് ബെഡ്ഷീറ്റ് കൊടുക്കുന്നു, നല്ല രീതിയിൽ അവർക്ക് കെയർ കൊടുക്കുന്ന ഒരു മനുഷ്യൻ തന്നെയായിട്ടാണ് അനീഷിനെ എനിക്ക് കാണാൻ മനസ്സിലായത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാനവാസ് അവിടുത്തെ കിച്ചൺ ടീം, വെസൽ ടീം പാത്രം കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ രാവിലെ ഫുഡ് വെക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയമായിരുന്നു. ആ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ഫുഡ് സമയത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഷാനവാസിനും അതേപോലെ തന്നെ നൂറയ്ക്കും, മെഡിസിൻ കഴിക്കുന്ന പല ആളുകൾക്കും ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി എന്നും, ആ ബുദ്ധിമുട്ട് ഇന്നുണ്ടാവാൻ പാടില്ല, ഫുഡ് ഞങ്ങൾക്ക് സമയത്തിന് വേണം, ചെറിയൊരു പൊടി മാത്രം ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൊടി എടുത്തിട്ട് കഴുകിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ എന്ന് പറയുന്നവൻ, ഇവനൊക്കെ ഏത് തോൽവിച്ചിറക്കണമെന്ന് ആർക്കറിയാം, ഇവൻ അവിടെ കിടന്നുകൊണ്ട് ഷാനവാസിനെ നീ പോടാ, നീ എടുത്ത് കഴുകടാ നാണമില്ലാത്തവനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസിനെ ഒരു പ്രൊവോക്ക് ചെയ്യുന്നു. അപ്പോൾ ആ ഷാനവാസിൻ്റെ പ്രായവും അയാളുടെ ഒരു വിദ്യാഭ്യാസം ഒന്നും ഈ പറയുന്ന ആര്യനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച അറിവാണ് കേട്ടോ. ആ പ്രായവും പക്വത അറിവും ഒന്നും ഈ പറയുന്ന ആര്യനില്ല. ആര്യൻ ആ ഷാനവാസിനെ കുറ്റം പറയുന്നു, ആര്യൻ അവിടെ കിടന്ന് എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിക്കുന്നു, ഷാനവാസ് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനുശേഷം അടുക്കളയിൽ ചെന്നിട്ട് നൂറ പറഞ്ഞു, ഞാൻ ഫുഡ് ഉണ്ടാക്കിയോളാം, ബാക്കിയുള്ള നിങ്ങൾ 3 പേരും നിങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കി, നിങ്ങളുടെ കൂട്ടത്തിൽ കഴിക്കുന്നവർക്കുള്ള ഫുഡ് ഉണ്ടാക്ക്, ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഈ സംഭവം പറഞ്ഞതിന് പിന്നാലെ നൂറ് അവിടെ നിന്ന് മാവ് എടുക്കുന്നു, സാധനങ്ങളൊക്കെ എടുക്കുന്നു. ഈ സമയത്ത് തന്നെ നെവിൻ എന്ന് പറയുന്ന ആണും പെണ്ണും കെട്ടവൻ, മഴവില്ല്, ചാന്തുപൊട്ട്, ഈ ചാന്തുപൊട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജിലിരിക്കുന്ന തൈര് അതേപോലെ തന്നെ യോഗേട്ട്, പാൽ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. അപ്പോൾ ഷാനവാസ് ചെയ്തത് അത് പിടിച്ച് വാങ്ങാനായിട്ട് ഷാനവാസ് ശ്രമിക്കുകയും ആ സമയത്ത് നെവിൻ്റെ ദേഹത്തേക്ക് കുറച്ച് പാൽ തെറിക്കുകയുണ്ടായി എന്നാണ് അവൻ പറയുന്നത്, അവകാശപ്പെടുന്നത്. ആ തെറിച്ചതിൻ്റെ ദേഷ്യത്തിൽ ഇവൻ കാണിച്ച പരിപാടി ഇതെല്ലാം കൂടി ഷാനവാസിൻ്റെ ദേഹത്തേക്ക് എറിയുകയാണ് ചെയ്തത്. ഷാനവാസിൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞപ്പോൾ എന്താണ് ഉണ്ടായത്, ഷാനവാസിന് പെട്ടെന്ന് തന്നെ ദേഹാസ്വസ്ഥ ഉണ്ടായി. കാരണം അത്രയും ടെമ്പർ തെറ്റി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അത്രയും ഒരു പ്രൊവോക്ഡ് ആയിട്ട് നിൽക്കുകയാണ് ഷാനവാസ് എന്ന് പറയുന്ന മനുഷ്യൻ. ബ്ലഡ് പ്രഷറൊക്കെ കൂടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഷാനവാസിന് ഓൾറെഡി എന്തോ ഹൃദയത്തിന് സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുകയുണ്ടായി, ഞാനിങ്ങനെ കാണാനിടയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം നടന്നിരിക്കെ ഷാനവാസ് പെട്ടെന്ന് തറയിലേക്ക് കൊഴിഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഉടനെ ഈ നെവിനും, അതായത് ഈ ആണും പെണ്ണും കെട്ടവനും ബാക്കിയുള്ളവരും എല്ലാം കൂടി പറയുകയാണ്, ഇത് അഭിനയമാണ്, ആക്ടിംഗ് ആണ്, എന്തിനാണ് ഇത്രയും ഓവർ ആക്ടിങ്, ഒരു ശകലം പാല് ദേഹത്തുകൊണ്ട് എന്തിനാണ് ഇത്ര ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് മെഴുകുകയാണ്. ഇതൊരു സംഭവം വലിയ സീരിയസ് ആണ്, വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് മനസ്സിലായപ്പോൾ ഷാനവാസിക്ക എണീക്കിക്കാന്നും പറഞ്ഞുകൊണ്ട് ആണത്തമില്ലാത്ത പരിപാടിയും കാണിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ പോയി ഒന്ന് മെഴുകുകയാണ്. എന്നാൽ ഈ 3 സ്ത്രീകൾ അവരെ നല്ല രീതിയിൽ മറുപടി കൊടുത്തു. അനുമോൾ, നൂറ, ആദില അടിപൊളിയായിട്ട് മറുപടി കൊടുത്തു. അവരുടെ അടപ്പിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പിന്നീട് അതിനുശേഷം നെവിനെ ബിഗ് ബോസ് വിളിച്ചിട്ട് നല്ല രീതിയിൽ വലിച്ചു കീറി ഒട്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങാനായിട്ട് കാരണമായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതും ബിഗ് ബോസ് കാരണം തന്നെയാണ്. പല കാര്യങ്ങളുണ്ടാകുമ്പോഴും കണ്ണടച്ച് വിട്ട് ഇതൊരു വേറൊരു യൂണിവേഴ്സ് ആണെന്നുള്ള രീതിയിലേക്ക് ഈ ഷാനവാസിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും, ആദിലെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും, നൂറയുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും, അനുമോളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോഴും, ഇതൊന്നും റയറായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ സ്ഥിരമാണ്.
സ്ഥിരമാണ്. അപ്പോൾ ഈ സ്ഥിര സംഭവത്തിൽ പോലും ബിഗ് ബോസ് ഒരു തരത്തിൽ പോലും ഇൻവോൾവ്ഡ് ആയിട്ടില്ല. ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നെവിനെയും ആര്യനെയും എല്ലാം ഫേവറിസം ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇത്രയും നാൾ നിന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസത്തെ ഒരു ടാസ്കിൽ ഈ പറയുന്ന സാവുമാൻ കൈയെടുത്തു എന്ന് പറഞ്ഞിട്ട് സാവുമാനെ പുറത്താക്കി ആര്യനെ വിജയിപ്പിച്ചു. ആ ടാസ്ക് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും. എന്നാൽ അതിന് മുന്നേ തന്നെ കൈയെടുത്തത് ആര്യനായിരുന്നു. അപ്പോൾ ആര്യന് വേണ്ടിയിട്ട് ഫേവറിസം ചെയ്യുകയാണ് ബിഗ് ബോസ്. എന്തോ ക്യാഷ് കിട്ടിയിട്ടുണ്ട്, അതായിരിക്കും ഈ പരിപാടി കാണിക്കുന്നത്. ചെറ്റത്തരമാണ്. ഈ നെവിനെയൊക്കെ പിടിച്ച് പുറത്താക്കേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നെവിനെതിരെ വലിയ രീതിയിലുള്ളൊരു അക്രമമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി വരുന്നത്. അല്ലെ നെവിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണങ്ങളാണ് വരുന്നത്. അങ്ങനെ അഖിൽമാരെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിന്ന് സമ്മർ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ഉണ്ട്, അതോടെ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. അതിന് ശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം. നമ്മുടെ ഷാനവാസിന് നേരെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരിക്കുകയാണ്. നെവിൻ കയ്യിലിരുന്ന ആ ഒരു പാലിന്റെ കവർ ഷാനവാസിന്റെ നേരെ എടുത്ത് എറിയുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു നെവിന്റെ കൈയും പുള്ളിയുടെ ചെസ്റ്റിൽ ഇടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാനവാസിന് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആവുകയും പുള്ളി പെട്ടെന്ന് അവിടെ നിലത്തങ്ങ് ഇരിക്കുകയും ഭയങ്കര പെയിന് വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നെവിനും മറ്റേ ആര്യനും ഒക്കെ പറയുന്നത് ഇത് ആക്ടിങ് ആണെന്നായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കേട്ടിടത്തോളം ഷാനവാസിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. സോ ഇതൊരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു പാലും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് കിച്ചൺ ടീം അവിടെ നിന്ന് പോകാൻ പോയപ്പോൾ ഷാനവാസ് പെട്ടെന്ന് അത് പിടിച്ചു വാങ്ങാൻ നോക്കിയ സമയത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ആ പാല് കവർ പൊട്ടുന്നു. ആ പൊട്ടിയ പാൽ കവർ എല്ലാം കൂടെ നെവിൻ എടുത്ത് ഷാനവാസിന്റെ തലയിൽ കൂടെ ഒഴിക്കുന്നു. എന്നിട്ട് ഇപ്പുറത്തിരുന്ന ഒരു ബോട്ടിൽ എടുത്ത് പുള്ളി ഷാനവാസിന്റെ നേരെ എറിയുമ്പോൾ കൈ ഒരു സൗണ്ട് കേട്ടു കേട്ടോ. ആ ഇടി കൊണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ അല്ല, ലൈവിലായതുകൊണ്ട് അറിയില്ല, എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു സൗണ്ട് കേട്ടു. ഷാനവാസ് പെട്ടെന്ന് തന്നെ ചെസ്റ്റിൽ കൈ വെക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് പുള്ളി അവിടെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അത് കുറച്ചൊരു സീരിയസ് ഇഷ്യൂ ആയിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫിസിക്കൽ അസോൾട്ട് ആണ്. നെവിൻ ചിലപ്പോൾ പുറത്ത് പോകേണ്ടി വന്നേക്കില്ല. ഇതിലിപ്പം നെവിൻ പുറത്താവേണ്ട ഒരു കാര്യമൊന്നുമില്ല. നെവിനെ നല്ല രീതിയിൽ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ട് തന്നെ നാണം കെടുത്തി പുറത്ത് വിടണം. വെറുതെ പുറത്ത് വിട്ടാൽ പോരാ. LGBTQനെ പ്രൊമോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ ആരും വിചാരിച്ച് കാണത്തില്ല ഇത് ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോകുമെന്നുള്ളത്. ഈ നിവിൻ എന്ന് പറയുന്നവനൊരു മഴവില്ലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മുൻപ് കഴിഞ്ഞ സീസണിൽ റിയാസ് എന്ന് പറയുന്നവനുണ്ടായിരുന്നു. ഓരോ സീസണിലും മോഹൻലാലിനും ബിഗ് ബോസ് ടീമിനും ഇങ്ങനൊരു മഴവില്ലിനെ വേണം. ആണുങ്ങളെ എടുത്തിട്ട് കളിപ്പിക്കേണ്ട ഒരു കളിയിൽ ഈ ആണും പെണ്ണും കെട്ടവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. അപ്പോൾ അഖിൽമാരാർ ഇതിന് ചുട്ട മറുപടിയുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിവിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ ചെയ്തികളെ യാതൊരു കാരണവശാലും എനിക്ക് അനുകൂലിക്കാൻ കഴിയുന്നതല്ല. കാരണം അങ്ങനെ ഒരാൾ പുറത്തിറങ്ങിയത് കൊണ്ട് സമൂഹത്തിനും അയാൾക്കൊപ്പം നിൽക്കുന്നവർക്കും യാതൊരു രീതിയിലുള്ള പ്രയോജനപ്പെടാത്ത സ്വാർത്ഥനും സ്വന്തം താല്പര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരുത്തനുമാണ് നിവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി എന്ന് ഞാൻ തുടക്കത്തിൽ എനിക്ക് മനസ്സിലായ റീഡിങ്ങിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല ഇനി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അനുമോള് അവിടെ കിടക്കുന്നു. ചിലർ കമന്റിട്ടേക്കുന്ന പല തന്തയ്ക്കുണ്ടായ പ്രസാദിന്റെ മകൻ മിഥുൻ പ്രസാദ് എന്ന് പറയുന്നവൻ പറഞ്ഞേക്കുന്നു, അനുവിന്റെ PR അല്ലെങ്കിൽ സമ്മർ മീഡിയ എനിക്ക് എത്ര തന്നു. എടാ, സമ്മർ മീഡിയയുടെ തട്ടോ അല്ലെങ്കിൽ അനുമോളുടെ PR-ന്റെ തട്ടോ ഒക്കെ വെച്ച് അളന്നു തൂക്കിയാലും ഞാനിരിക്കുന്ന തട്ട് താണേ ഇരിക്കും. എന്നെ കൊണ്ട് PR ചെയ്യിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീയല്ല, നിന്റെ തന്തയല്ല, നിന്റെ തന്തയുടെ തന്ത വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു വിഷയമാണ് എല്ലായ്പ്പോഴും സംസാരിക്കുന്നത്. നിവിനുമായി ബന്ധപ്പെട്ട ഒരാൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ ചപ്പി ജീവിക്കുന്ന നിന്റെയൊക്കെ കാര്യം നോക്കി ജീവിക്കുക. എനിക്ക് ഒരു പെൺകുട്ടിയുടെ നേരെ ആ നെറികെട്ടവൻ കാണിക്കുന്ന പ്രവൃത്തി കണ്ടപ്പോൾ സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ടും ധാരാളം പേർ ഞാൻ സംസാരിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടുമാണ് സംസാരിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ അനുമോളാണ് ജയിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം അനുമോളുടെ വിജയത്തെ ഞാൻ അങ്ങ് അംഗീകരിക്കും. അതായത് നിന്നെ കണക്കുള്ള അലവലാദികളെ സപ്പോർട്ട് ചെയ്യുന്ന, പരമനാറികളെ സപ്പോർട്ട് ചെയ്യുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന, സമൂഹത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത എവിടെങ്കിലും കിടക്കുന്ന അലവലാദികൾ കാണിക്കുന്ന വിവരക്കേടുകളെ എന്റർടൈൻമെന്റാണെന്ന് കരുതി കൊണ്ടു നടക്കുന്ന നിന്റെ പെങ്ങളോടോ നിന്റെ അമ്മയോടോ ഇവൻ കാണിക്കുന്ന പരിപാടി കാണുമ്പോഴേ നിനക്ക് എന്റർടൈൻമെന്റ് ആണെന്ന് തോന്നത്തുള്ളൂ. സാമൂഹിക ബോധമുള്ള ഒരുവനെ സംബന്ധിച്ച് ഈ എന്റർടൈൻമെന്റ് അല്ല, കോമാളിത്തരമാണ്, വിവരക്കേടാണ്, സ്വാർത്ഥതയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അതാണ് ഞാൻ പറയാൻ ആദ്യത്തെ മാറ്റർ എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് അവിടെ പീരീഡ് സമയത്ത് അല്ലെങ്കിൽ മെൻസ് സമയത്ത് അവൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്ന് കിടക്കുന്നു എന്നാണ് ധാരാളം പേർ കമന്റ് ഇട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്രകാരം അവിടെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ പോയി ശല്യം ചെയ്യാൻ നെവിനല്ല, നെവിൻ്റെ തന്തയായാലും അടിച്ചവൻ്റെ ചെവുക്കല്ല് പറിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ അത് നോർമലി ആയിക്കോട്ടെ, ബിഗ് ബോസ് ഹൗസിൽ ഒരാൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ഒരു മത്സരാർത്ഥിക്കും അവകാശമില്ല. ബിഗ് ബോസ് ഹൗസിൽ പോയി ഉറങ്ങണോ, ബിഗ് ബോസ് ഹൗസിൽ പോയി കണ്ടന്റ് ഉണ്ടാക്കണോ, ബിഗ് ബോസ് ഹൗസിൽ പോയി ഗെയിം കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കാൻ ആ പർട്ടിക്കുലർ മത്സരാർത്ഥിയാണ്. അവിടെ പോയി ഗെയിം കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച പുറത്താവും. കാര്യം ജനങ്ങൾ വോട്ട് നൽകി ജയിപ്പിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നും. ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറങ്ങാം. ആരെ ശല്യം ചെയ്യുന്നത്? അനുമോൾ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ. അനുമോൾ ഉറങ്ങിയിട്ടില്ല, ഞാൻ പറഞ്ഞത് ഇനി അനുമോൾ അവിടെ ഉറങ്ങിയെന്ന് തന്നെ വെച്ചോ. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? അവിടെ ബിഗ് ബോസിന്റെ കാശ് കൊടുത്ത് ഒരു പർട്ടിക്കുലർ മത്സരാർത്ഥിയെ ഷോയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മത്സരാർത്ഥിയിൽ നിന്ന് കണ്ടന്റ് ഉണ്ടാക്കേണ്ട ബാധ്യത ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്കാണ്.
അവർ സ്വാഭാവികമായിട്ടും പട്ടിയെ കൊണ്ട് കുരപ്പിച്ചോ കോഴിയെ കൊണ്ട് കൂവിച്ചോ ആ മത്സരാർത്ഥിയെ എണീപ്പിക്കും. ആ മത്സരാർത്ഥിക്ക് ഒരാഴ്ച കിടന്നുറങ്ങിയാലും ബിഗ് ബോസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ ഷോയിൽ എവിടെ ആരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആ ഷോയുടെ അണിയറ പ്രവർത്തകരല്ല, ആ പർട്ടിക്കുലർ മത്സരാർത്ഥി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മത്സരാർത്ഥിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്നിരിക്കെ ആ ഹൗസിൽ കിടന്ന് ഉറങ്ങിയാൽ പോലും ഒരു കുഴപ്പമില്ല, ഉറങ്ങിയാൽ പ്രേക്ഷകർ ഒരാഴ്ച പുറത്താക്കും. അതൊന്നും ചെയ്യാതിരിക്കെ തുടക്ക സമയത്ത് ഈ നിവിൻ എന്ന് പറയുന്നവൻ ഇഷ്ടം പോലെ ഭക്ഷണം മോഷ്ടിച്ച് തിന്ന് തടിച്ചു കൊഴുത്ത് ഗുണ്ടായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൻ അത്രയും നെറികെട്ടവനാണെന്നുള്ളത് കാര്യം ആദ്യം തന്നെ നമുക്ക് ഊഹിക്കാം. കാര്യം ആ ഹൗസിൽ പോയിട്ടുള്ള, ഇപ്പം എൻ്റെ സീസണിൽ പോയിട്ടുള്ള എല്ലാവരുടെയും വെയിറ്റ് 8 മുതൽ 10 കിലോ വരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അത്രയേറെ മാനസികമായിട്ടുള്ള പ്രഷറും ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നൊരു കാര്യമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഈ സാഹചര്യത്തിൽ അനുമോളുടെ കേസിൽ നിവിൻ ഈ കാണിച്ചത് ശുദ്ധ തന്തയില്ലായ്മയും ശുദ്ധ തെമ്മാടിത്തരവുമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അത് മാത്രമാണ് അതിൽ നിവിനെതിരെ അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ബോസിൽ നടക്കുന്ന വൃത്തികേടിനെതിരെ നല്ല രീതിയിൽ തന്നെയാണ് അഖിൽമാരാർ പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ബിഗ് ബോസിൽ നിന്ന് വിജയിച്ചിറങ്ങിയ സമയത്ത് തന്നെ അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം, ആ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന വൃത്തികേടുകൾ മോഹൻലാൽ അറിയുന്നില്ല, അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന വലിയ വൃത്തികേടുകളാണ് മോഹൻലാലൂടെ അറിഞ്ഞുകൊണ്ട് കൂട്ടി നിൽക്കുന്നു എന്നുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പ്രശ്നങ്ങളെല്ലാം ഇവിടേക്ക് ഒതുക്കി തീർത്തുകൊണ്ട് ഇപ്പോൾ ഈ രീതിയിലേക്കുള്ള ഡിസ്കഷൻസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബിഗ് ബോസിൽ ഇന്നും നടക്കുന്നത് ഈ പറയുന്ന രീതിയിലുള്ള വൃത്തികേടുകൾ തന്നെയാണ്. ബിഗ് ബോസ് ഈ പറയുന്ന ചെറ്റുകളെല്ലാം അംഗീകരിക്കുകയും എന്നിട്ട് നല്ല രീതിയിൽ കളിക്കുന്നവന്മാരെയൊക്കെ പുറത്താക്കുകയും എന്തോ സമൂഹത്തിന് ഒരു രീതിയിലും ഉതകുന്ന തരത്തിലുള്ള ഒന്നും തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ പരിപാടി കൊണ്ട് ആർക്കും കിട്ടുന്നുമില്ല. അപ്പോൾ ഈ വൃത്തികെട്ട ഒരു പരിപാടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ആളുകളെ വിളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി, നല്ല ആളുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിനകത്തിൽ ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ആണും പെണ്ണും കെട്ടവന്മാരെയൊക്കെ എടുത്ത് പുറത്താക്കിക്കൊണ്ട് നല്ല രീതിയിൽ കളിക്കുന്നവന്മാരെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാണ്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് എന്ത് ചെയ്താലും എന്ത് വൃത്തികേട് ചെയ്താലും അതിനെല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി കണ്ടുകൊണ്ട് നെവിനെയും അതേപോലെ ആര്യനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വൃത്തികെട്ട ഒരു നയമാണ് നമ്മൾ കാണുന്നത്. ആര്യൻ്റെ ഈ പറയുന്ന ഒരു ഡബിൾ മീനിങ് വെച്ചുകൊണ്ടുള്ള സംസാരം, സ്ത്രീകളെ ബഹുമാനിക്കാത്തൊരു സംസാരം, ഇതെല്ലാം നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ്സിൽ കണ്ടതാണ്. അപ്പോൾ ഈ വൃത്തികേടിനെതിരെയൊക്കെ എന്താണ് ബിഗ് ബോസ് പറയുന്നതെന്നും മോഹൻലാൽ പറയുന്നതെന്നും നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടിരിക്കാം. എന്തിനാണെങ്കിൽ ഇതിനെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നിൽക്കാനായിട്ട്, അല്ലെ ഇവരെല്ലാം കൂടി ഒറ്റയ്ക്ക് ചേർത്ത് പിടിക്കാനായിട്ട് ബിഗ് ബോസ് ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ പേടിക്കുന്നത്? കഷ്ടമാണ് കേട്ടോ.